ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കലീസിയ റെപ്പൻസ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ചെടിയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് ആരെങ്കിലും നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ഫാമിലി. കലീസിയ എന്ന ഈ പ്ലാന്റ് നമ്മുടെ ടർട്ടിൽ വൈൻ പ്ലാന്റിൻ്റെ ഫാമിലിപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ബോൾ ഷേപ്പിലാണ് ഇത് ഇരിക്കുന്നത്. നമ്മൾ ഏത് പോട്ടിൽ നട്ടു കൊടുത്താലും ഇതുപോലെ കണ്ടോ, ആ ബോട്ടിനെ ഫുൾ കവർ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഫുൾ ബാക്ക് സൈഡിലെല്ലാം കണ്ടോ, ഈ ബാക്ക് സൈഡ് എല്ലാം ഫുൾ കവർ ചെയ്തിട്ടാണ്. ഇത് നല്ല ഭംഗിയായിട്ട് ഒരു ബോൾ പോലെ ഇരിക്കുക. മറ്റ് ചെടി ഇപ്പോൾ ടർട്ടിൽ വൈൻ ആയാലും ഇച്ചിരി സമയം എടുക്കുമെങ്കിൽ അതിലും സ്പീഡിലാണ് ഇതിൻ്റെ ഗ്രോത്ത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ 1-2 തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു ഫ്രണ്ട് തന്നതാണ്. അപ്പോൾ പക്ഷെ അത് ചെറിയ ദിവസം കൊണ്ടാണ് ഇത്രയും അത് ആ പോട്ടിനെ കവർ ചെയ്ത് ബുഷിയായിട്ട് വന്നത്. നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ലീവ്സിൻ്റെ ഒരു വയലറ്റും ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കാറുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലോ, ബോൾ പോലെ ഇരിക്കാനല്ലോ എന്ന്. ഈ പ്ലാന്റിന് സൺലൈറ്റ് അത്യാവശ്യം വേണ്ടി വരും കേട്ടോ. കാരണം ഒട്ടും സൺലൈറ്റ് കിട്ടാത്ത ഒരു ഏരിയയിലാണ് നമ്മൾ ഇതിനെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിന് ആ ഒരു ഭംഗി വരില്ല. ആ വയലറ്റ് കളറും അത് മിക്സ് ചെയ്ത് വരില്ല, ഒരു ഭംഗിയില്ലാതെ വരുന്നത്. ഇപ്പോൾ ഞാൻ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഇതിനെ ഹാങ് ചെയ്തിട്ടേക്കുന്നത്. ഈ ചെടീനെ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഇതുപോലെ ബുഷിയായിട്ട് വളർത്താം. കണ്ടോ, ഇതിൻ്റെ ഓരോ ലീവ്സിൻ്റെയും ആ ഒരു തണ്ടിന് കണ്ടോ, ഓരോ സൈഡിലും ചെറിയ ചെറിയ വേര് പോലെ വന്നേക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഒരു തണ്ടായാലും ഇതുപോലെ ആർത്ത് പിടിച്ച് ആ പോട്ടിനെ കവർ ചെയ്ത് വന്നോളൂ. അതുകൊണ്ട് പ്രൊപ്പഗേഷന് വളരെ സിമ്പിളാണ്. പിന്നെ വെയിൽ അത്യാവശ്യമുള്ള സ്ഥലത്തായതുകൊണ്ട് തന്നെ വാട്ടറിങ്ങും അത്യാവശ്യം ഡെയിലി വേണം. കാരണം ഇപ്പോൾ ചൂടും കൂടിയുള്ളൊരു സീസൺ ആയതുകൊണ്ട് ഡെയിലി വാട്ടറിങ്ങും ആവശ്യമാണ്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്.